ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ EVSലെ 3rd ചാപ്റ്റർ വിങ്ക്ഡ് ബഡ്ഡീസ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്, ആഹാരം പലവിധം. മക്കളെ, ചിത്രത്തിൽ ഏതൊക്കെ പക്ഷികളാണുള്ളത്? കിങ് ഫിഷർ ഉണ്ട്, പാരോറ്റ് ഉണ്ട്, ഈഗിൾ ഉണ്ട്, പൊന്മാനും തത്തയും പരുന്തും ഉണ്ട് അല്ലേ? അവരെന്തൊക്കെയാ പറയുന്നേ? പൊന്മാൻ പറയാണ്, ഐ ടു ഗോട്ട് എ ബിഗ് ഫിഷ്, എനിക്ക് കിട്ടി മുഴുത്ത മീനുകൾ. ദെൻ പാരോറ്റോ, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്, എന്റെ ഭക്ഷണം ഈ നെൽമണികളാ. ദെൻ ഈഗിൾ എന്താ പറയുന്നേ? ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ്, ഇന്നത്തെ ഭക്ഷണം കുശാൽ. അപ്പൊ പൊന്മാന്റെ വായില് മീനാണുള്ളത്, അതുപോലെ തന്നെ ഈഗിളിന്റെ കാലിലും മീനുണ്ട് അല്ലേ, ഫിഷ് ഉണ്ട് അല്ലേ. ദെൻ പാരോട്ടിന്റെ ഫുഡ് എന്താണ്? നെൽമണികളാണ് അല്ലേ, ഗ്രെയിൻസ് ആണ്. എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ? അല്ല അല്ലെ, 3 പക്ഷികളാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അവയുടെ എല്ലാം ഫുഡ് വ്യത്യസ്തമാണ് അല്ലേ. ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്, എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ? അല്ല. അപ്പൊ താഴെ നമുക്ക് 2 കോളം തന്നിട്ടുണ്ട്, ബേർഡ് അതുപോലെ ഫുഡ്. ബേർഡ് എന്ന് പറയുന്ന കോളത്തിൽ പക്ഷികളുടെ പേര് എഴുതണം, ഫുഡ് എന്ന് പറയുന്ന കോളത്തിൽ അവ കഴിക്കുന്ന ഫുഡ് ആഹാരം എഴുതണം. ഫസ്റ്റ് കോളത്തില് പാരോറ്റ്, തത്ത. തത്ത എന്തൊക്കെയാ കഴിക്കുന്നേ? ഗ്രെയിൻസ്, ധാന്യങ്ങൾ. പിന്നെ ലെഗുംസ്, ലെഗുംസ് എന്ന് പറഞ്ഞാൽ എന്താ? പയറുവർഗ്ഗങ്ങൾ. ദെൻ കിങ് ഫിഷർ, കിങ് ഫിഷർ എന്ന് പറഞ്ഞാല് പൊന്മാൻ. പൊന്മാൻ എന്താ കഴിക്കുക? പൊന്മാന്റെ ഇഷ്ടഭക്ഷണം എന്താ മക്കളെ? ഫിഷ്, മത്സ്യാണല്ലേ. പിന്നെ എന്തൊക്കെ കഴിക്കും? സ്മാൾ സ്നേക്സ്, ചെറിയ പാമ്പുകൾ. ദെൻ സ്മാൾ അക്വാട്ടിക് ഇൻസെക്ട്സ്. എന്താ അക്വാട്ടിക് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാല്? അക്വാട്ടിക് എന്ന് പറഞ്ഞാല് ജലം അല്ലേ. അക്വാട്ടിക് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാല് ചെറിയ ജലപ്രാണികൾ. ദെൻ ഫ്രോഗ്സ്, തവളകൾ. ഇതൊക്കെയാണ് പൊന്മാന് അഥവാ കിങ് ഫിഷറിന്റെ ആഹാരം. ദെൻ കൈറ്റ് എന്നാണ് അല്ലേ നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നത്. കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പട്ടാണ്, അപ്പൊ അത് ഒഴിവാക്കിയേക്ക്. ദെൻ ഈഗിൾ, ഈഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരുന്താണ് അല്ലേ. പരുന്തിന്റെ ഭക്ഷണം എന്തൊക്കെയാണ്? ഫിഷ്, സ്നേക്ക്, സ്മാൾ ബേർഡ്സ്, ഡീർ, ചിക്കൻ. എന്തൊക്കെയാണ്? ഫിഷ് എന്ന് പറഞ്ഞാൽ മത്സ്യം, സ്നേക്ക് പാമ്പ്, സ്മാൾ ബേർഡ്സ് ചെറിയ പക്ഷികൾ, ദെൻ ഡീർ മാൻ, ദെൻ ചിക്കൻ കോഴി. നെക്സ്റ്റ് ബേർഡ് ചിക്കൻ, കോഴി. എന്തൊക്കെയാ മക്കളെ കോഴികൾ കഴിക്കുക? നമ്മൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? ധാന്യങ്ങൾ കഴിക്കൂലേ. അപ്പൊ നമുക്ക് ഗ്രെയിൻസ് എന്ന് കൊടുക്കാം. ദെൻ പയറുവർഗ്ഗങ്ങൾ കഴിക്കൂലേ, അപ്പൊ ലെഗുംസ്. ദെൻ മണ്ണൊക്കെ ഇളക്കി മറിച്ച് മണ്ണിലുള്ള മണ്ണിരകളെയൊക്കെ കഴിക്കൂലേ, വേംസ്. ഇൻസെക്ട്സ്, ചെറിയ പ്രാണികള്. ദെൻ ഫ്രൂട്ട്സ്, പഴങ്ങള്. സീഡ്സ്, പയറ്, സീഡ്സ് വിത്തുകള്. ഇതെല്ലാം എന്ത് ചെയ്യും? കോഴികള് കഴിക്കും. ദെൻ നെക്സ്റ്റ് ബേർഡ് ക്രെയിൻ. ക്രെയിൻ എന്ന് പറഞ്ഞാല് കൊക്ക്. കൊക്കിന്റെ ഭക്ഷണം ഏതാ മക്കളെ? മെയിൻ ആയിട്ട് ഫിഷ് അല്ലേ, മത്സ്യാണ്. ദെൻ ക്രാബ്സ്, ഞണ്ടുകള്. ദെൻ സ്മാൾ അക്വാട്ടിക് ഇൻസെക്ട്സ്, ചെറിയ ജല പ്രാണികള്. ദെൻ ലാസ്റ്റ് ബേർഡ് ഏതാണ്? ക്രോ, കാക്കയാ അല്ലേ. കാക്ക എന്തൊക്കെ കഴിക്കും? നമ്മുടെ വീടിന് ചുറ്റുമുള്ള പല മാലിന്യങ്ങളും കാക്ക വൃത്തിയാക്കാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, പഴങ്ങൾ. ദെൻ മൈസ്, എലികളില്ലേ. ദെൻ ഇൻസെക്ട്സ്, ചെറിയ പ്രാണികള്. ദെൻ സ്പൈഡേഴ്സ്, ചിലന്തികള്. ഇതിനെല്ലാം എന്ത് ചെയ്യും? കാക്ക ഭക്ഷണമാക്കും. അപ്പൊ ഈ ഒരു ടാബിള് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? താഴെ 4 പക്ഷികളുണ്ട്, അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. നമുക്ക് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഡക്ക് ആണ് അല്ലേ. We hunt for prey in places where there is water. ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത്. നെക്സ്റ്റ് ഈഗിൾ, പരുന്താണ് അല്ലേ. I like to chase and catch the prey. ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം. Then next, I like to peck and eat grass seeds and grains. പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടം.
ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാ ഞാൻ. വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. അവ കണ്ടെത്തി എഴുതൂ. കൂടുതൽ പക്ഷികളുടെ പേരുകൾ കൂടുകളിൽ ഉൾപ്പെടുത്തൂ. അപ്പൊ എന്തൊക്കെയാ മക്കളെ പറയുന്നത്? വിവിധ ഇനം പക്ഷികള് പലതരത്തിലുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പൊ ഒരേ ആഹാരം കഴിക്കുന്നവരെ നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ നെസ്റ്റിൽ ഓരോ കൂട്ടിൽ എഴുതാം അല്ലേ? അപ്പൊ ഫസ്റ്റ് നെസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റ് കിളിക്കൂടിൽ എന്താണ് കാണുന്നത്? ഫ്രൂട്ട് ആണ് അല്ലേ? അപ്പൊ ഫ്രൂട്ട്സ് ഈറ്റേഴ്സിനെ നമുക്കൊന്ന് കണ്ടെത്താം. ഫ്രൂട്ട്സ് ഈറ്റേഴ്സ് ആരൊക്കെയാ മക്കളെ ഉള്ളത്? പാരോറ്റ്, ബാറ്റ്, ബുൾബുൾ. നെക്സ്റ്റ് കൂട്ടിലോ? അവിടെ കുറെ പൂക്കളാണ് അല്ലേ? അപ്പൊ തേനാണ്, നെക്ടർ ആണ് അല്ലേ? തേൻ നുകരുന്നവരെ, നെക്ടർ സക്കേഴ്സിനെ നമുക്കൊന്ന് കണ്ടെത്താം. ആരൊക്കെയാണ്? ബാറ്റ് അല്ലേ? വവ്വാല്, ദെൻ സ്പാരോ, കുരുവി, ഹമ്മിങ് ബേർഡ്സ്. തേനാണ് അവരുടെ മെയിൻ ആഹാരം. നെക്സ്റ്റ് കൂട്ടിലോ? എന്താണ് അവരുടെയൊക്കെ ചുണ്ടിലുള്ളത്? വേംസ് ആണ് അല്ലേ? പുഴുക്കളാണുള്ളത്. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, വേംസ് ഈറ്റേഴ്സ്, പുഴുക്കളെ കഴിക്കുന്നവർ. ഏതൊക്കെ പക്ഷികളാ മക്കളെ പുഴുക്കളെ തിന്നുന്നത്? ഔൾ, മൂങ്ങ, മൈന, ക്രോ, കാക്ക, ദെൻ ചിക്കൻ, കോഴി, ഇങ്ങനെയുള്ള പക്ഷികളെല്ലാം മണ്ണിലുള്ള പുഴുക്കളെ കൊത്തി തിന്നു അല്ലേ? നെക്സ്റ്റ് കൂട്ടിലോ മക്കളെ? ഗ്രെയിൻസ് ഈറ്റേഴ്സ് ആണ് അല്ലേ? ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷികളാണ്. ഏതൊക്കെ രീതിയിലുള്ള പക്ഷികളാണ് ധാന്യങ്ങൾ കഴിക്കുക? സ്പാരോ, കുരുവി, പീജിയൻ, പ്രാവ്, പാരോറ്റ്, തത്ത, ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ എന്താണ്? ധാന്യങ്ങളാണ് കഴിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കൂട്ടിൽ ആരാ ഉള്ളത്? കാർണിവേഴ്സ് ആണ് അല്ലേ? കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാംസഭുക്കുകളാണ്, മറ്റു ജീവികളെ കൊന്നു തിന്നുന്നവരാണ്. ആരൊക്കെയാ അതിൽ ഉൾപ്പെടുക? ക്രോ, കാക്ക, ദെൻ ഫാൽക്കൺ, ഈഗിൾ, പരുന്ത്, ദെൻ വൾച്ചർ, കഴുകൻ, ഇങ്ങനെയുള്ള പക്ഷികളാണ് അല്ലേ ഈ ഗ്രൂപ്പിൽ പെടുക. ലാസ്റ്റ് കൂട്ടിലോ ആരാ ഉള്ളത്? അവിടെ നമുക്ക് ക്രെയിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കുക്കാണ്. അവർക്കൊക്കെ എന്താ പ്രത്യേകത? അവര് വെള്ളത്തിലുള്ള ജീവികളെയാണ് കഴിക്കുക അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ കൂട്ടാക്കാം? അക്വാട്ടിക് ആനിമൽസ് ഈറ്റേഴ്സ് ആണ് അല്ലേ? ജലജീവികളെ ഭക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള പക്ഷികൾ ഏതൊക്കെയാണ്? ക്രെയിൻസ്, കുക്ക്, ഡക്ക്, താറാവ്, കോർമോറന്റ് ബേർഡ്, നീർക്കോഴി പക്ഷി, കുളക്കോഴി, ഇവയെല്ലാം ജലത്തിലുള്ള മത്സ്യങ്ങളെയും മറ്റ് ജീവികളെയുമാണ് ഭക്ഷിക്കുന്നത്. ആർ ദ സൈസ് ആൻഡ് ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ് ഇൻ ഓൾ നെസ്റ്റേഴ്സ് ദ സെയിം? എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ദ ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്? ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണെന്ന് റൈറ്റ് ദം ഡൗൺ, എഴുതി നോക്കൂ. ദെൻ ഡ്രോ ആൻഡ് മാച്ച്, വരച്ചു ചേർക്കൂ. ഐഡന്റിഫൈ ദ ജോയിന്റ്സ് ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. താഴെ ഏതാനും പക്ഷികളുടെ ചുണ്ടുകളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതർ സൈഡില് ആ പക്ഷികളുടെ കാലുകളുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ പക്ഷിയുടെയും ചുണ്ടും കാലും തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ഫസ്റ്റ് ആരാണ്? താറാവാണ് അല്ലെ? ഡക്ക്. അതിന്റെ കാലുകളോ? ഏറ്റവും ലാസ്റ്റത്തെ പിക്ചർ അല്ലെ? ദെൻ നെക്സ്റ്റ് പൊന്മാൻ, കിങ്ഫിഷർ. കിങ്ഫിഷറിന്റെ ലെഗ് ഏതാണ് മക്കളെ? തേർഡ് പിക്ചർ അല്ലെ? ദെൻ നെക്സ്റ്റ് പരുന്ത് അല്ലെ? ഈഗിൾ. ഈഗിളിന്റേത് ഫസ്റ്റിലെ പിക്ചർ അല്ലെ? കാല്. ദെൻ കൊക്കിന്റെയോ? കൊക്കിന്റെ നീണ്ട കാലാണ്, സെക്കൻഡ് പിക്ചർ. ദെൻ ലാസ്റ്റ് പക്ഷിയുടെയോ? ഫോർത്ത് പിക്ചർ. ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റേറ്റ്സ്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? പക്ഷികളും വാസസ്ഥലങ്ങളും. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും? നിയർ ദ പോണ്ട്, കുളക്കരയില്. ദെൻ വേറെ എവിടെയെല്ലാം നമുക്ക് പക്ഷികളെ കാണാനാവും? ഇൻ ദ ട്രീ ഹോളോസ്, മരങ്ങളുടെ പൊള്ളകളിൽ. ഇൻ ബുറോസ് ഹോൾസ്, മാടങ്ങളിൽ. ദെൻ ഓൺ ദ ട്രീ ബ്രാഞ്ചസ്, മരക്കൊമ്പുകളിൽ. ഓൺ ബിൽഡിങ്സ്, കെട്ടിടങ്ങളിൽ. ബാംബു ഗ്രോവ്സ്, മുളക്കാടുകളിൽ.
ഇൻ ഫോൾഡഡ് ലീവ്സ് മടങ്ങിയ ഇലകളിൽ, ഓൺ ദ ഗ്രൗണ്ട് നിലത്ത്, ദെൻ ഇൻ ട്രാക്സ് ഓഫ് റോക്സ് പാറകളുടെ വിള്ളലുകളിൽ. ഇവിടെയെല്ലാം നമുക്ക് പക്ഷികളെ കാണാൻ സാധിക്കും. ദെൻ നെയിം ദ ബേർഡ്സ് സീൻ ഇൻ ദ വാട്ടർ റിച്ച് പ്ലേസസ്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതെല്ലാം? ഏതെല്ലാം പക്ഷികളെയാണ് നമ്മൾ വെള്ളമുള്ള സ്ഥലത്ത്, ജലമുള്ള സ്ഥലത്ത് കാണപ്പെടുന്നത്? ക്രെയിൻ, കൊക്ക്, കിൻഫിഷർ, പൊന്മാൻ, ഡെക്ക്, താറാവ്, ഇങ്ങനെയുള്ള പക്ഷികളൊക്കെയാണ് അല്ലെ നമ്മൾ ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? ലോങ് ലെഗ്സ്, നീണ്ട കാലുകളാണ് അല്ലെ. ലോങ് ബീക്സ്, അങ്ങനെ നീണ്ട ചുണ്ടുകളാണ്. ദെൻ ഓയിലി ഫെദേഴ്സ്, എണ്ണമയമുള്ള തൂവലുകൾ. ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റസ്, പക്ഷികളും കൂടുകളും. ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റസ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് ഹേഴ്സ്? നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇൻ വാട്ട് ടൈപ്പ് ആർ ദ നെസ്റ്റ് ഡിഫറെന്റ്? ഏതെല്ലാം തരത്തിലുള്ള കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി പൂർത്തിയാക്കുക. അപ്പൊ നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിനകത്ത് പലതരത്തിലുള്ള പക്ഷികളും അവയുടെ കൂടുകളും ഉണ്ട് അല്ലേ. ഉള്ളിലോ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ പ്ലേസ് വേർ ദേ ആർ ഫൗണ്ട്, കാണപ്പെടുന്ന സ്ഥലങ്ങൾ. പിന്നെയോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, കൂടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച നിർമ്മാണ വസ്തുക്കൾ. ഇനി ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം? മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, നിർമ്മാണ രീതി അല്ലേ. ദെൻ ഷേപ്പ്, കൂടിന്റെ ആകൃതി. ദെൻ സൈസ്, ഓരോ കൂടിന്റെയും വലുപ്പം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം പക്ഷികളുടെ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉയരമുള്ള മരത്തിൽ കൂട് വെക്കുന്ന പക്ഷികളുണ്ട്, അതുപോലെ തന്നെ മരത്തിന്റെ പൊത്തുകളിൽ കൂട് വെക്കുന്ന പക്ഷികളുണ്ട്, അതുപോലെ ഓലകൾ പോലുള്ള ചെറിയ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന കൂടുകൾ വെക്കുന്ന പക്ഷികളുണ്ട്. അതുപോലെ തന്നെ ഓരോ കൂടുകളും അവർ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് മാറ്റം ഉണ്ടാവും. ചിലരൊക്കെ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച്, നാരുകൾ ഉപയോഗിച്ച്, പലതരത്തില് അല്ലെ. ഇനി അവരെല്ലാവരും ഉണ്ടാക്കുന്ന കൂടുകൾക്കെല്ലാം ഒരേ ഷേപ്പ്, ഒരേ ആകൃതിയാണോ? അല്ല അല്ലെ. തൂങ്ങി നിൽക്കുന്ന കൂടുകളുണ്ട്, പരന്ന് നിൽക്കുന്ന കൂടുകളുണ്ട്. ഇങ്ങനെ പലതിനും പല ആകൃതിയും പല വലുപ്പത്തിലുമായിരിക്കും ഉണ്ടാവുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ് എഗ്സ് ആർ ദീസ്? റൈറ്റ് ഡൗൺ. മുട്ടകൾ പലതരം. ചിത്രം നിരീക്ഷിക്കൂ. മുട്ടകൾ ഏത് പക്ഷികളുടേതാണെന്ന് ചുവടെ കുറിക്കൂ. അപ്പൊ താഴെ നമുക്ക് 2 മുട്ടകൾ തന്നിട്ടുണ്ട് അല്ലെ. ഏതാണ് മക്കളെ അത്? നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള മുട്ടകളാണ് അല്ലെ. ആദ്യത്തേത് ഏതാണ്? ഹെൻ, കോഴിയുടേതാണ്. രണ്ടാമത്തേതോ ക്വൽ, കാടമുട്ടയാണ് അല്ലെ. ചിത്രത്തിൽ വിവിധ തരം മുട്ടകൾ നമുക്ക് കാണാം അല്ലെ. ഏറ്റവും മുകളിലായിട്ട് എമുവിന്റെ മുട്ട ഏത് കളറിലാണ് മക്കളെ? ബ്ലാക്ക് കളറിൽ അല്ലെ. അതിന്റെ താഴെയായിട്ട് ചെറിയ മുട്ട, ആ പിക്ചറിൽ ചെറിയ മുട്ടയായിട്ട് ഡെക്ക്. ദെൻ വലിയ വൈറ്റ് കളറിലുള്ള മുട്ട ആരുടേതാണ്? ഓസ്ട്രിച്ച് അല്ലെ. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. അത് കുയിലിന്റെയും കാക്കയുടെയും മുട്ടകളാണ്. അതില് കാക്കയുടെ മുട്ടകൾ അല്പം ചെറുതാണ്, ബ്ലൂ കളറിലാണ് അല്ലെ. കുയിലിന്റെ മുട്ടയോ? കുയിലിന്റെ മുട്ടയ്ക്ക് ചെറിയ പുള്ളികൾ ഉണ്ട് അല്ലെ. ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ് ഡിഫറെന്റ്? ഇനി പക്ഷികളുടെ കൂടുകൾ വ്യത്യാസപ്പെട്ടത് നമ്മൾ കണ്ടു അല്ലെ. ഇനി പക്ഷികളുടെ മുട്ടകൾ തമ്മിൽ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഫസ്റ്റ് വൺ, സൈസ്. നമ്മളിപ്പോ കണ്ടിട്ടുള്ള എല്ലാ മുട്ടകളും ഒരേ വലുപ്പത്തിലാണോ? അല്ല അല്ലെ. അപ്പൊ വലുപ്പത്തിന്റെ കാര്യത്തിൽ അവ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി അതിന്റെയൊക്കെ കളറുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാ മുട്ടയുടെയും നിറം ഒരുപോലെയാണോ? അല്ല അല്ലെ. കളറുകൾ പരസ്പരം വ്യത്യാസത്തിലാണ്. തേർഡ് പോയിന്റ്, ഹാർഡ്നെസ്, കാഠിന്യം. എല്ലാ മുട്ടകളും ഒരുപോലെയാണോ? ചിലത് തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും, ചിലത് നേർത്തതായിരിക്കും. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ബേർഡ്സ്, their nests and their eggs. Identify their features and prepare an album. വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി പതിപ്പ് നിർമ്മിക്കൂ. There is diversity in birds' nests in which respect to shape, size, construction of materials, location, nesting method and their eggs. പക്ഷികളുടെ കൂടുകളുടെ ആകൃതി, വലുപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി,
മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. ഓരോ പക്ഷിയും മറ്റു പക്ഷിയിൽ നിന്നും ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തമാണ്. ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. ഒട്ടക പക്ഷിയും മുട്ടയും. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. ഈ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ഓൾദോ ഇറ്റ് വാസ് വിങ്സ് ഇറ്റ് കാനോട്ട് ഫ്ലൈ. ചിറകുണ്ടെങ്കിലും ഈ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. ആൻ ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഈ പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ട്. Moreover, it also have two largest eye among all animals living inland. കൂടാതെ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടക പക്ഷിയുടേതാണ്. മൈഗ്രേറ്ററി ബേർഡ്സ് അഥവാ ദേശാടന പക്ഷികൾ. താഴെ ചിത്രത്തിൽ നമുക്ക് ധാരാളം പക്ഷികളെ കാണാം അല്ലെ. ആരൊക്കെയാണ്? ഗ്രീൻ വാബ്ലർ അഥവാ കടും പച്ചപ്പൊടി കുരുവി, ഇന്ത്യൻ പിറ്റ കാവി, ദെൻ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ നാഗമോഹൻ, ഇന്ത്യൻ ഗോൾഡൻ ഒറിയോ മഞ്ഞക്കിളി, ദെൻ പസഫിക് ഗോൾഡൻ പ്ലോവർ പൊമ്മണൽ കോഴി, ദെൻ ഫോറസ്റ്റ് വാഗ്ടെയിൽ കാട്ടുവാലു കുലുക്കി. ഡു വി ഓൾവേസ് സീ ഓൾ ദീസ് ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചർ? പിക്ചറിൽ ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നമ്മൾ എല്ലായ്പ്പോഴും കാണാറുണ്ടോ? ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്സ്? വാട്ട് കുഡ് ബി ദ റീസൺ? ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എല്ലായ്പ്പോഴും കാണാറുണ്ടോ? ഇവയുടെ ശബ്ദം നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കാറുണ്ടോ? ഇല്ല അല്ലെ. എന്തായിരിക്കും അതിന് കാരണം? ഇവ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന പക്ഷികളാണോ? അല്ല. എന്തായിരിക്കും ഇവരുടെ പ്രത്യേകതകൾ? Some species of birds migrated from one place to another in a large number of escape from adverse weather condition to obtain food and for their breeding. എന്താ പറയുന്നേ? പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയും അതുപോലെ ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചില ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തുന്നു. When the weather become favorable, അവിടെയുള്ള അവരുടെ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ they return, അവർ അങ്ങോട്ട് തന്നെ തിരിച്ച് പോകുന്നു. ഇത്തരം പക്ഷികളെയാണ് നമ്മളെ മൈഗ്രേറ്ററി ബേർഡ്സ് അഥവാ ദേശാടന പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം പക്ഷികൾക്ക് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയും അതുപോലെ ഭക്ഷണത്തിന് പ്രയാസം അനുഭവപ്പെടുമ്പോഴും അതുപോലെ അവർ താമസിക്കുന്ന പ്രദേശത്തെ കാലാവസ്ഥ അവർക്ക് പ്രതികൂലമാവുന്ന സമയങ്ങളിലൊക്കെ കൂട്ടത്തോടെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നേരത്തെ അവർ വസിച്ച പ്രദേശത്തെ കാലാവസ്ഥ അവർക്ക് അനുകൂലമാവുമ്പോൾ അവർ എന്ത് ചെയ്യാണ്? തിരിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പക്ഷികളെയാണ് നമ്മൾ ദേശാടന പക്ഷികൾ അഥവാ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വിളിക്കുന്നത്. Find the names of more migratory birds and write them down. Collect pictures and paste them in the environmental bird corner of your classroom. കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം ചിത്രങ്ങൾ ശേഖരിച്ച് അവരുടെ എൻവിയോൺമെന്റൽ കോർണറിൽ ചിത്രങ്ങൾ ഒട്ടിക്കൂ. Birds and the environment. പക്ഷികളും പരിസ്ഥിതിയും. Have you noticed the people trees growing on the top of the certain buildings? Have anyone planted in the? ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം അഥവാ പീപ്പിൾ ട്രീ വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആരെങ്കിലും അവിടെ നട്ടു വളർത്തിയതാണോ? അല്ല അല്ലെ. പിന്നെ എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു ട്രീ വളർന്നു വന്നത്? ആരായിരിക്കും അതിന്റെ വിത്ത് അവിടെ എത്തിച്ചിട്ടുണ്ടാവുക? ബേർഡ്സ് ആണല്ലേ. How are the birds beneficially to the environment? പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, സീഡ് ഡിസ്പോസൽ. വിത്ത് വിതരണം. ഏതൊക്കെ രീതിയിലായിരിക്കും? അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ വിത്തുകൾ ഒരു പക്ഷേ നിലത്ത് വീണ് പോവാം. അതുപോലെ തന്നെ അവ കഴിക്കുന്നതോടൊപ്പം തന്നെ ആ വിത്ത് അവരുടെ വിസർജ്യങ്ങളിലൂടെ പുറത്തു വന്നും വിത്ത് മുളച്ച് നമുക്ക് എന്തുണ്ടാവും? പുതിയ തൈകൾ ഉണ്ടാവും. അപ്പൊ സീഡ് ഡിസ്പോസലിന് പക്ഷികള് പ്രധാന പങ്ക് വഹിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് അവിടെ ആഡ് ചെയ്യാം? പെസ്റ്റ് കൺട്രോൾ അല്ലേ. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കീടാണ് അല്ലേ. അപ്പൊ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പക്ഷികള് പ്രധാന പങ്ക് വഹിക്കുന്നു. ദെൻ നെക്സ്റ്റോ, മെയിൻറ്റെയിനിങ് ഓഫ് പ്ലാന്റ് ഡൈവേഴ്സിറ്റി.
സസ്യവൈവിധ്യം നിലനിർത്തുന്നു. ദെൻ ക്ലീനിങ് ദ എൻവിയോൺമെന്റ്, പരിസ്ഥിതി വൃത്തിയാക്കുന്നു. മീറ്റ് ആൻഡ് എഗ്സ് ആർ ന്യൂട്രീഷ്യസ്. പിന്നെ നമുക്ക് പക്ഷികളോടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? മാംസവും മുട്ടയും ഒക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്നു. ദെൻ പോളിനേഷൻസ്, പരാഗണം സംഭവിക്കുന്നു. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതോടൊപ്പം പക്ഷികൾ വഴി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പരാഗണം അഥവാ പോളിനേഷൻ നടക്കുന്നതിനോടാണ് നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ലഭിക്കുന്നത്. ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ദാഹജലം തേടി. ഹൗ ഡു ബേർഡ്സ് ആൻഡ് ആനിമൽസ് quench their thirst in the summer when springs and other water bodies dry up? എന്താ പറയുന്നേ? നീരുറവകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹം അകറ്റുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മക്കളെ? എങ്ങനെ? ടു പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ദ ഹീറ്റ് ആൻഡ് drought in summer, we can provide birds with drinking water. So this you can pour water in the earthen pots and keep under the trees or in any other open places. എന്താ പറയുന്നത്? വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ് നമുക്ക്. എങ്ങനെ ഒരുക്കാം? ഇതിനായി മരത്തിലോ മരത്തണലിലോ ഒരു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രത്തിൽ വെള്ളം നമുക്ക് ഒഴിച്ചു വെക്കാം. ബി ഷുവർ ടു ചേഞ്ച് ദ വാട്ടർ ഫ്രീക്വന്റ്ലി ടു പ്രിവെന്റ് മോസ്കിറ്റോസ് ഫ്രം ദ ലൈങ് ദെയർ എഗ്സ്. പിന്നെ എന്ത് ശ്രദ്ധിക്കണം നമ്മള്? നമ്മളെ ഇടയ്ക്കിടെ അതിന്റെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണം. എന്തിനാണ്? കൊതുകുകള് മുട്ടയിടാതിരിക്കാൻ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ അതിനെ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സെറ്റ് അപ്പ് എ പ്ലേസ് ഇൻ യുവർ സ്കൂൾ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്. പക്ഷികൾക്ക് ജലവും ആഹാരവും ലഭ്യമാകുന്നതിനുള്ള ഒരിടം നിങ്ങളുടെ സ്കൂളിലും ഒരുക്കൂ. ഗ്രേറ്റ് ഹോൺബിൽ ടുവാർഡ്സ് ത്രെഡ് ഓഫ് എക്സ്റ്റിങ്ഷൻ. മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക്. ദ ഗ്രേറ്റ് ഹോൺബിൽ ഓൾസോ നോൺ ആസ് ഫാമർ ഓഫ് ദ ഫോറസ്റ്റ്. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിയാണ് വേഴാമ്പൽ. ദെൻ ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ് മക്കളെ? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കൂടി ആണ്. ഇറ്റ് ഈസ് നൗ ഫേസിംഗ് ദ ത്രെഡ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇപ്പൊ അതെന്താണ്? വേഴാമ്പൽ വംശനാശ ഭീഷണിയിലാണ്. എന്താ മക്കളെ വംശനാശ ഭീഷണി എന്നൊക്കെ പറഞ്ഞാല്? അവയുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? അവ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പക്ഷികൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? The number of birds like great hornbill and the house sparrow is now decreasing. What could be the reason? മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്തായിരിക്കാം? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്. ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ്. ദ ലാക്ക് ഓഫ് ടോൾ ട്രീസ്. ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം. നല്ല ഉയരത്തിലുള്ള വൃക്ഷങ്ങളെല്ലാം നമ്മൾ വെട്ടിമുറിക്കുകയല്ലേ? അപ്പൊ അത് ഇല്ലാണ്ടാവുക. ദെൻ ഹ്യൂമൻ പ്രസൻസ്, മനുഷ്യ സാമീപ്യം. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. അർബനൈസേഷൻ, നഗരവൽക്കരണം. ദെൻ ലാസ്റ്റ് വൺ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം നിരവധി പക്ഷികൾക്ക് വംശനാശം സംഭവിക്കുന്നു. The Red Data Book is a book that records endangered and rare species. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. അപ്പൊ റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ endangered birds of Kerala in my environmental science diary. Collect their pictures and prepare an album. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.